ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽപ്പെട്ട ഒരു പ്രധാന പട്ടണത്തിൻ്റെ മുകളിലാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖ കച്ചവട കേന്ദ്രമായിരുന്നു മുസിരിസ്. അതായത് കൊടുങ്ങല്ലൂർ ഭാഗത്തെ പട്ടണം, മുസിരിസ് പട്ടണം. അതിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. മുസിരിസിനെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾക്ക് അറിയാൻ സാധിക്കും. കേരളത്തിൻ്റെ പുരാതന ചേര രാജ്യത്തിൻ്റെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മുസിരിസ്. റോമൻ ചക്രവർത്തിമാരുമായിട്ട് വരെ നേരിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്ന പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമാണ് ഈ ഒരു മുസിരിസ്. മുച്ചിരി പട്ടണം എന്നാണ് പേര്. അപ്പോൾ BC 1-ാം നൂറ്റാണ്ട് മുതൽ റോം, ഗ്രീക്ക്, അറബ് വ്യാപാരികളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന നമ്മുടെ ഒരു തുറമുഖ നഗരമാണ് മുസിരിസ് കേട്ടോ. ഇന്ന് എക്സ്കവേഷനും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ കൊടുങ്ങല്ലൂരിനും പറവൂരിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ് മുസിരിസ് പട്ടണം ഉണ്ടായിരുന്നത് എന്ന് കണക്കാക്കപ്പെടുന്നു. 1341 പെരിയാറിലെ വെള്ളപ്പൊക്കത്തിൽ ഈ ഒരു പട്ടണം ഒന്നാകെ ചളിയിൽ മൂടപ്പെട്ടു. അങ്ങനെയാണ് ഇത് നശിച്ചു പോയത്. മുസിരിസിന്റെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പുതിയൊരു അണ്ടർപാസ് നമ്മുടെ ദേശീയപാത 66 അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പുതിയ 6 വരിപ്പാത പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പുതിയ 6 വരിപ്പാത പറവൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമായിരുന്ന മുസിരിസിൻ്റെ മണ്ണിൻ്റെ മുകളിലൂടെ, അല്ലെങ്കിൽ ആ ഒരു മുസിരിസ് പട്ടണത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു ദേശീയപാത കടന്നു പോകുന്നത്.